ഇനി നമുക്ക് കുറച്ച് ഫോർമേഷൻ പഠിക്കാം. അതായത് ഇന്ന് പഠിക്കാൻ പോണത് ഫോർമേഷൻ ഓഫ് H2 മോളിക്യൂൾ പഠിക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇവിടെ എത്ര എച്ച് ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ എച്ച്. നമുക്കിതിൻ്റെ അറ്റോമിക് നമ്പർ എഴുതാം. അറ്റോമിക് നമ്പർ എന്താണ്? അറ്റോമിക് നമ്പർ ഓഫ് എച്ച് എന്താ? ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 1 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഷെല്ല് എഴുതാം. KLM ഇങ്ങനെയാണ് നമ്മൾ ഷെല്ല് പോകണത്. ഇവിടെ ആകെ എത്ര ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ, ശരിയല്ലേ? അപ്പോൾ ആ ഒരെണ്ണം ഞാൻ K ഷെല്ല് കൊടുത്തു, ബാക്കി ഷെല്ലുകളില്ല. ഓക്കെ, അപ്പോൾ ആകെ നമുക്ക് ഒറ്റൊരു ഷെല്ലും ഉള്ളൂ, ശരിയല്ലേ? അപ്പം ഇതാണ് എൻ്റെ ലാസ്റ്റ് ഷെല്ലും, ശരിയല്ലേ? അപ്പം ഇതിനകത്ത് എത്ര ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ അത് ഒരെണ്ണം കൊണ്ടുവന്ന് ഈ സൈഡിൽ ഇടുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇരിക്കുമല്ലോ ഇപ്പുറത്തെ ഹൈഡ്രജൻ്റെ കേസിലും അല്ലേ? അപ്പോൾ അത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് ഡോട്ട് ഇടുക. ഇനിയിപ്പോൾ ഒരു ഷെല്ല് കംപ്ലീറ്റ് ആവാനായിട്ട് നമുക്ക് എത്ര ഇലക്ട്രോൺസ് വേണം? ഇതിപ്പോൾ ചെറിയ അറ്റോമിക് നമ്പർ അല്ലേ, 1 ഒക്കെ അല്ലേ? അപ്പോൾ 1 ആവുമ്പോൾ 2 എണ്ണം മതി അല്ലേ? K ഷെല്ല് കംപ്ലീറ്റ് ആവാൻ എത്ര വേണം? 2 എണ്ണം. ഓക്കെ, അല്ലെങ്കിൽ വലിയ അറ്റോമിക് നമ്പറൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് ആവാൻ 8 എണ്ണം വേണം. ഇവിടെ ഇപ്പോൾ ചെറിയ അറ്റോമിക് നമ്പർ അല്ലേ? അപ്പം ഇതിന് ഫസ്റ്റ് ഷെല്ല് പോലും കംപ്ലീറ്റ് അല്ല അല്ലേ? ഫസ്റ്റ് ഷെല്ല് പോലും കംപ്ലീറ്റ് അല്ലെങ്കിൽ അതിനകത്ത് എത്ര മതി? ഒരെണ്ണം കൂടി മതി. 2 എണ്ണം ടോട്ടൽ കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു ഹൈഡ്രജന് 2 ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷെല്ല് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ ഫസ്റ്റ് ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഇപ്പുറത്തുനിന്ന് ഒരു ഇലക്ട്രോണെ എടുക്കും, ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പുറത്തുള്ള ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. അപ്പോൾ കണ്ട, ഇപ്പോൾ ഒരെണ്ണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തെടുത്തിരിക്കുക അല്ലേ? അപ്പം ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എത്ര ബോണ്ട് ഉണ്ട്? ഒരു ബോണ്ടാണ്. ഓക്കെ, അപ്പോൾ 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോണ്ടാണ്. അപ്പം നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? എച്ച് എന്നിട്ട് ബോണ്ട്. ഇങ്ങനെയാണ് നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇച്ചിരി കൂടെ വലുത് തുറന്ന് നോക്കാം. ക്ലോറിൻ Cl2, അതിൻ്റെ നമുക്ക് ഇതുപോലെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ വരച്ച് നോക്കാം. ഫോർമേഷൻ ഓഫ് Cl2 മോളിക്യൂൾ. ഓക്കെ, അടുത്ത ഹെഡിങ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാം? Cl2 മോളിക്യൂൾ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ട്? Cl 2 Cl ആണല്ലോ, Cl2 എന്നല്ലേ? ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ നമുക്ക് എഴുതാം. അറ്റോമിക് നമ്പർ ഓഫ് ക്ലോറിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷെല്ല് എഴുതാം. KLM ഇങ്ങനെ നമുക്ക് ഷെല്ല് പോണത്. അപ്പോൾ ഫസ്റ്റ് ഷെല്ല് 2 എണ്ണം, അപ്പോൾ 17 ഞാൻ 2 എണ്ണം കൊടുത്തു. ഇനി സെക്കൻഡ് ഷെല്ലിൽ 8 എണ്ണം കൊള്ളും. അപ്പോൾ 8 എണ്ണം ഞാൻ കൊടുത്തു. അപ്പം മൊത്തത്തിൽ എത്ര എണ്ണമായി? 10 എണ്ണമായി അല്ലേ? 8 + 2 10 എണ്ണമായി. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം അല്ലേ? അപ്പോൾ ആ 7 ഞാൻ അടുത്ത ഷെല്ലിൽ കൊടുത്തു. ഓക്കെ, ഇനി ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലില്ലേ, ഇതാണ് എൻ്റെ വാലൻസ് ഷെൽ. ഓക്കെ, വാലൻസ് ഷെല്ല് നമ്മളിതിനെ വിളിക്കും. അപ്പോൾ ഈ വാലൻസ് ഷെല്ലുള്ള ആൾക്കാരെ വേണം നമ്മൾ നമ്മുടെ ഈ ആറ്റത്തിന് ചുറ്റിനും വരക്കാനായിട്ട്. നമ്മൾ Clന് ചുറ്റിനുമായിട്ട്. അപ്പം നമുക്ക് ഈ 7 എണ്ണം വരച്ചു കൊടുക്കാം. 1 2 3 4 5 6 7. 1 2 3 4 5 6 7. നമ്മൾ ഷെയർ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണം നമ്മളെപ്പോഴും ഈ സൈഡിലത്തെ ഡോട്ട് ഇടാനായിട്ട്. ഓക്കെ, അതായത് നമുക്ക് ഒരു ക്ലോറിന് ഇനി എത്ര എണ്ണം കൂടി വേണം ഈ ക്ലോറിൻ്റെ കംപ്ലീറ്റ് ആവാനായിട്ട്? ഇതിപ്പോൾ 7 എണ്ണം ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ അതിന് ഒരെണ്ണം കൂടി കിട്ടിയാൽ പോരെ? അപ്പോൾ ഇപ്പുറത്തുനിന്ന് എത്ര എണ്ണം ഷെയർ ചെയ്യണത്? ഒരെണ്ണമായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ സൈഡിൽ 2ൻ്റെയും ഓരോ ഡോട്ട് വെച്ച് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ബാക്കി എല്ലാ സൈഡിലും 2 എണ്ണം വെച്ചു. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പുറത്തുനിന്നും ഒരെണ്ണം ഷെയർ ചെയ്യുക. കണ്ടോ? അപ്പോൾ നോക്കിയേ, ഈ ക്ലോറിന് ഇപ്പം എത്ര എണ്ണമായി? 8 എണ്ണമായി, ശരിയല്ലേ? ഓൾറെഡി അതിന് 7 എണ്ണം ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പം ഇതിനെ കൂടി എടുത്തപ്പോൾ 8 എണ്ണമായി. അതുപോലെ തന്നെ മറ്റേതിന്. അപ്പോൾ ഇതും ചെയ്യുന്നതന്നെയല്ലേ? Cl ബോണ്ട് Cl. ഇത് എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം ഉള്ളൂ അല്ലേ? അപ്പം ഇതെന്ത് ബോണ്ടാണ്? ഇത് സിംഗിൾ ബോണ്ട് എന്ന് നമ്മൾ പറയും. സിംഗിൾ ബോണ്ട്. ഓക്കെ, സിംഗിൾ ബോണ്ട്, അത്രേ ഉള്ളൂ.